പെട്രാക്സ് ദിയാസന ഇഷ്യൂ. ഇതിൽ പെട്രാക്സിനോട് എനിക്ക് പറയാനുള്ളത്, എടാ ദിയാസന എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ് നീ ഇവിടെ സംസാരിക്കുന്നത്. അയാൾ ചെയ്തൊരു ആക്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഞാൻ അതിനെ യോജിക്കുന്നില്ല. അതിൽ ദിയാസന ലൈവിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്ന് ചോദിച്ചു വാങ്ങിച്ചതാണ്. പുള്ളിയുടെ ഒരു ഡിഫെൻഡിങ് പവറാണ് തെറി പറയാന്നുള്ളത്. ഞാനും തെറി പറയാറുണ്ട്. പക്ഷേ എനിക്ക് ഐ നോ ദാറ്റ് അത് പറയുന്നത് ശരിയല്ല, അത് ഓക്കെ അല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് മെക്കെട്ട് കയറി ഒരു ലെവൽ വിട്ടിട്ട് ഉള്ള രീതിയിലാണെങ്കിലാണ് നമ്മൾ റിയാക്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ എന്നാൽ പോലും ആ റിയാക്ട് ചെയ്യുന്നത് മാന്യമായ രീതിയിലാവാം, രീതിയിലും ആവാം. ഈവൻ ചില സമയത്ത് ഞാനാണെങ്കിലും എൻ്റെ വീട്ടിലുള്ളവരെ പറയുമ്പോഴും എനിക്ക് കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ എൻ്റെ മോളെ പറ്റി പറയുമ്പോഴും ഒക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ കേട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ദിയാസനെ സംബന്ധിച്ചിടത്തോളം ദിയാസന പറയുന്നുണ്ട് അത് ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചതാണ്. സിബിൻ്റെ ഇൻ്റർവ്യൂവിൽ എന്നെ പറ്റി സംസാരിച്ചു. അപ്പോൾ ആരെങ്കിലും തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊണ്ട് കൊടുക്കുമോ എന്നൊക്കെ ദിയ ചോദിക്കുന്നുണ്ട്. അത് അമ്മയുടെ കയ്യിലോട്ട് ഫോൺ കൊണ്ട് കൊടുത്തതല്ല, അമ്മ കലിപ്പായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതേപോലെ ഇപ്പം ഞാൻ തെറി പറയുന്നുണ്ടെങ്കിലും തെറി പറയുന്ന സെൻസിലേക്ക് നമുക്ക് അതിലും നമ്മൾ ബേസ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ദിയാസന പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ഈ പറഞ്ഞ മാതിരി സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി എന്ത് തന്നെയാണെങ്കിലും ഇങ്ങോട്ട് വന്ന് അവൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞാൽ പോലും പറഞ്ഞ വാക്കുകളെല്ലാം വളരെ കൂടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ സമൂഹത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നാൽ തിരിച്ചുണ്ടാക്കുക എന്നുള്ളൊരു മൈൻഡ് ശരിയാണ്. നമുക്കത് അതിനെ കാര്യമായ രീതിയിൽ സംസാരിക്കാം. താൻ എന്താണ് പരിപാടി കാണിച്ചാൽ വീഡിയോ ചെയ്തത് ശരിയായാലും എനിക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ എന്താ അങ്ങനെ സംസാരിക്കാം. പക്ഷേ അവരുടെ വൈഫിനെ പറ്റിയിട്ടാണെങ്കിലും ലൈക്ക് അവരുടെ കല്യാണത്തിന് അവർ കൂട്ടിയുണ്ടായ കാര്യത്തിൽ പല നിങ്ങളറിയാലോ, അത് ഭയങ്കര ഓക്വേർഡായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. ദിയാസന അതിനെ വെളുപ്പിക്കുന്നതിനോടും എനിക്ക് ലോജിക്കില്ല. ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങോട്ട് വന്നാൽ അങ്ങനെയാണെന്ന് പറയുന്നത് ആ വ്യക്തി അങ്ങനെയാണ്. ദിയാസന തെറി പറയും. ദിയാസന അറഞ്ചം പുറഞ്ചം തെറി പറയും. ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ തെറി പറയും. അപ്പം അതിനെ ഞാൻ ഇതാക്കുന്നില്ല. ഇപ്പോൾ പെട്രോക്സി സംസാരിച്ച കാര്യമാണെങ്കിലും അത് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കണമായിരുന്നു. പക്ഷേ അതിനകത്ത് പാരൻസിനെയും അവരെ എവിടെയൊക്കെ വലിച്ചിടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പേടിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിനോടൊന്നും അത്രയും പേടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ഇൻ്റർവ്യൂസിൽ വന്ന് സംസാരിക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല. കാരണം ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചല്ലേ എന്ന് വെച്ചിട്ട് എന്തും പറയാം എന്നുള്ളൊരു ഇതില്ല. അപ്പോൾ ആൾ പറയുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നതെന്ന് ആൾ പറയുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചാൽ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചാലും പല സിറ്റുവേഷനും നമ്മൾ ലൈക്ക് പറയില്ലേ, ശരിക്ക് പറഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ ഭാഗം ഇപ്പം ഞാൻ ചില സമയത്ത് ചില കാര്യങ്ങൾ ഞാൻ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് അത് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന്. അത് ഞാൻ ക്ലിയർ ആക്കാറുണ്ട്. അപ്പോൾ പെട്രോക്സിനോട് എനിക്ക് പറയാനുള്ളത്, എടാ സമൂഹത്തിൽ നീ ഒരു ഇൻ്റർവ്യൂവിൽ പബ്ലിക്കലി വന്നിരിക്കുമ്പം ഒരിക്കലും ദിയാസന ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുകയല്ല. ഇങ്ങനെ അസുഖമാണ് അല്ലെങ്കിൽ മാനസിക പ്രശ്നമാണ്, മരുന്ന് കൊടുക്കണം, ചികിത്സിക്കണം, അങ്ങനെയൊന്നും പറയലുള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുകളുണ്ട്. അടിച്ചാക്ഷേപിക്കുന്നവരുണ്ട്, അടിച്ചമർത്തിക്കുന്നവരുണ്ട്, സ്റ്റാമ്പ് അടിച്ച് ആണി അടിച്ച് ഇയാൾ ഇങ്ങനെയെന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട്. ഇപ്പോൾ സിബിനെ മെൻ്റൽ പേഷ്യൻ്റായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് വച്ചിട്ടുണ്ട്. അതേപോലെ ദിയാസന എന്ന് പറയുന്ന വ്യക്തി, ഇപ്പം നിനക്ക് നിൻ്റെ ഒരു വിഷയം നീ ഇവിടെ വന്ന് സംസാരിക്കുന്നു, നീ ഇവരിങ്ങനെ സംസാരിച്ചു, ഇവരിങ്ങനത്തെ രീതിയിൽ സംസാരിച്ച് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ശരിയാണ്, അത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷേ ഞാൻ പെട്രോക്സിനോട് പറയുന്നത്, നിൻ്റെ ആ ഒരു വിഷമം, നിൻ്റെ കാര്യങ്ങൾ, ഇപ്പം നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പുറത്തോട്ട് പോയി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നീ പറഞ്ഞ മാതിരി തന്നെ നിന്നെ തെറി വിളിച്ചത് നിനക്ക് അത്ര വിഷയം ഉണ്ടാവില്ല. പക്ഷേ അത് ഓഫ് കോഴ്സ് അത് വീട്ടിലോട്ട് കയറുമ്പം എന്ത് തന്നെയാണെങ്കിലും ഇവിടെ ഒരു ചോദ്യം വരും, അയാൾ അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ എന്നെ വന്ന് തോണ്ടിയോണ്ടാണ് ഞാൻ കുത്തി കൊന്നതെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ല. അപ്പോൾ അയാളെ തൊട്ടാൽ കുത്തി കൊല്ലിട്ടോ എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. പക്ഷേ ഈ ഒരു ത്രെഡ് ഞാൻ അതിനെ ജെൻഡറായിട്ട് ഒരു സ്ത്രീ അല്ലേ ഒരു പുരുഷനല്ലേ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും അസുഖമാണ് അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം, മരുന്ന് കൊടുത്തില്ലെങ്കിൽ ചികിത്സിക്കേണ്ട വരും, അല്ലെങ്കിൽ ആൾക്ക് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ട രീതി. കാരണം അത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ദിയാസന എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു മെൻ്റൽ പ്രശ്നമുണ്ട്, ആ ഒരു രീതിയിൽ ഇതാവിപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ കാരണം അങ്ങനെ ഒരു വിഷയം, നമ്മൾ കാരണം അങ്ങനെ ഒരു ടോക്ക് വേണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പോൾ എന്തായാലും കേസും മറ്റു കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എത്ര തന്നെ ദിയ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു പറയുന്നത് ലൈക്ക് അതിനോട് എനിക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാണോ അങ്ങനെ നിൽക്കുന്ന രീതിയിൽ നിൽക്കാം. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിട്ടാണ് ഫൈറ്റെങ്കിൽ അയാളായിട്ട് മാത്രം മതി. അയാളുടെ അമ്മ, അച്ഛൻ, കുടുംബം അങ്ങനത്തേക്കൊന്നും ഒരു പരിധി വരെ കയറേണ്ട ആവശ്യമില്ല. പിന്നെ
കുറയ്ക്കാതെ പറ്റിയുടെ വാല് കോലിട്ട് കുത്തണമെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി വേറെയാണ്. ഇങ്ങനെ ഓരോന്ന് പ്ലേസ് ചെയ്യുന്നത്, ഓരോന്ന് ചോദിക്കുന്ന, ഓരോന്ന് പറയുന്നതിനും ഓരോ രീതിയുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും ദിയാസനയുടെ കാര്യങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പാടാത്ത, എന്ത് ബേസിലാണെങ്കിലും അത് പറയാൻ പാടാത്തായിരുന്നു. പെട്രോക്സിനോട് എനിക്ക് പറയാനുള്ളത്, എടാ ആ ഒരു ചികിത്സ മറ്റു സംഭവങ്ങൾ ആ രീതിയിൽ സംസാരിക്കാതെ ഇരിക്കുക. നിൻ്റെ ഒരു ഇമോഷൻ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണെങ്കിൽ പോലും ലൈക്ക് അങ്ങനത്തെ ഒരു ചികിത്സിക്കുക. കാരണം അതൊക്കെ ഭയങ്കര 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 വലിയ കാര്യങ്ങളാണ്. മെൻ്റലി ഉള്ള ഡിസോർഡർ സംഭവങ്ങൾ, ഡിപ്രഷൻ, അല്ലെങ്കിൽ ആൾക്ക് ഭ്രാന്താണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു ആണി അടിച്ച് കൊടുക്കണ്ട. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.